എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ ഒരവസ്ഥയെപ്പറ്റി ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് കേരളത്തിൽ ഇന്നിപ്പോൾ നടക്കുന്നത് ഭയങ്കരമായ കൊള്ളകളുടെ കഥയാണ്. കൊള്ള. നിങ്ങൾ എത്ര വീട് കയറിയാലും, നിങ്ങൾ എത്ര വീട് കയറി കാല് പിടിച്ച് കറഞ്ഞാലും ഈ 140 മണ്ഡലങ്ങളിലും നിങ്ങൾക്കെതിരായ ജനവിരുദ്ധ വികാരം ആഞ്ഞടിക്കുക തന്നെ ചെയ്യും കേട്ടോ. ഒരു സീറ്റ് പോലും CPM കിട്ടാത്ത ഏറ്റവും ലജ്ജാകരമായ ഒരവസ്ഥയിലേക്ക് CPM പതിക്കും. അതിന്റെയൊക്കെയുള്ള സൂചനകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. ശബരിമല കൊള്ള, മറ്റനേകം കൊള്ളകൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, അതുപോലെ എല്ലാ മാഫിയകളുടെയും പ്രവർത്തനങ്ങൾ, ഇതിനെപ്പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടതെന്ന് തോന്നുന്നത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൻ്റെ കടം എത്രയുണ്ടെന്നുള്ളത് സാധാരണക്കാർക്ക് ആർക്കെങ്കിലും അറിയാമോ? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കേരള സംസ്ഥാനം രൂപം കൊണ്ട് 1957 മുതൽ 2016 വരെ, അതായത് പിണറായി വിജയൻ മന്ത്രിസഭ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്ന 2016 വരെയും എടുത്തിരിക്കുന്ന ഏകദേശം കേരള സംസ്ഥാനം രൂപം കൊണ്ട ഈ 57 മുതൽ 2016 വരെ വരുന്ന ഏകദേശം ഒരു 60 വർഷക്കാലം കൊണ്ട് കേരള സംസ്ഥാനം എടുത്തിരിക്കുന്ന മൊത്തം കടത്തിൻ്റെ 3 ഇരട്ടി കടമാണ് ഈ കഴിഞ്ഞ 2 ടൈം പിണറായി വിജയൻ മന്ത്രിസഭയുടെ 2 ടൈം മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഈ കേരള സംസ്ഥാനം വാങ്ങിക്കൂട്ടിയിട്ടുള്ളത് എന്നുള്ളൊരു യഥാർത്ഥ സത്യം, നഗ്ന സത്യം പൊതുസമൂഹം ഒന്ന് അറിയേണ്ടതുണ്ട്. കാരണം ഈ വാങ്ങിയെടുത്തിരിക്കുന്ന കടം നമ്മൾ ഇവിടെ എന്ത് ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഇപ്പോൾ വികസനം എന്നിങ്ങനെ 24 മണിക്കൂറും ആവർത്തിച്ച് പറയുന്നുണ്ട്. വികസന വിസ്മയം എന്ന് പറഞ്ഞ പുതിയൊരു ഫോർമുല കഴിഞ്ഞ ദിവസവും കൂടെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ വികസനം നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ 9 വർഷക്കാലം കൊണ്ട്? ഒരു കാര്യം ഒന്ന് ഓർക്കുക. ഈ കഴിഞ്ഞ 2 ടൈം പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഈ കേരളത്തിൽ അവർ കൊണ്ടുവന്ന ഒരു പദ്ധതി, തുടക്കത്തിൽ അവർ കൊണ്ടുവന്ന ഒരു പദ്ധതി ഒന്നേന്ന് തുടങ്ങി പൂർത്തീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒറ്റയ്ക്കൊരു പദ്ധതി, ഒരേ ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ ആരെ കൊണ്ടെങ്കിലും സാധിക്കുമോ? ഒരേ ഒരു പദ്ധതി മാത്രം ഇല്ല. അതുതന്നെയാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ആൻസർ. കാരണം അങ്ങനെ ഒരു പദ്ധതി ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലത്ത് ഈ 2 ടൈം, അതായത് ഈ 10 വർഷക്കാലം കൊണ്ട് അങ്ങനെ ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇല്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ കടമെടുത്തിരിക്കുന്നത് എത്രയാണ്? അതായത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, 1957 മുതൽ ഈ 2016 വരെയുള്ള സകല മന്ത്രിസഭകളും UDF, LDF ഏതൊക്കെ മുന്നണികൾ ഭരിച്ചിട്ടുണ്ടെങ്കിലും എല്ലാ മന്ത്രിസഭകളും കൂടെ കൂടിയെടുത്തിരിക്കുന്ന കടത്തിൻ്റെ 3 ഇരട്ടി കടം ഈ കഴിഞ്ഞ 2 ടൈം മന്ത്രിസഭയുടെ കാലത്തിൽ വാങ്ങിക്കൂട്ടി എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. ഈ കടത്തിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ ഓരോ മലയാളികളുമാണ്. കാരണം നമ്മളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പണയം ഈട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളെയാണ്. ഇത്രയും തരിപ്പണമാക്കിയിട്ട് എന്തെങ്കിലും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ നേതാക്കന്മാർ. രാഷ്ട്രീയം പറഞ്ഞാൽ കാശുണ്ടാവുമോ? ഇത് കൊടുക്കാൻ കാശ് വേണ്ടേ? ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. നമ്മുടെ ഇവിടുത്തെ മന്ത്രിമാർ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ, അവരൊക്കെ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം. ഗവൺമെൻറ് പ്രസ്സിൽ കാശ് നോട്ട് അച്ചടിച്ച് ട്രഷറി കൊണ്ടുവന്ന് കെട്ടിയിട്ട് വിതരണം നടത്തുന്ന ഒരു കാര്യമാണെന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ് നടത്തുന്നത്. ഞാൻ സംസ്ഥാന ധനകാര്യ കമ്മീഷന് ചെയർമാനായിരുന്ന ഒരാളാണ്. സംസ്ഥാനവും ഫൈനാൻസും ഒക്കെ നല്ല നിശ്ചയമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയണം, ഇങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഉദ്യോഗസ്ഥരും നമ്മുടെ സ്ഥിതികൾ ഇത് കാണുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ഉദാഹരണം എടുക്കൂ. അതായത് നമ്മുടെ MLA-മാർക്കും മന്ത്രിമാർക്കും അതുപോലെ ഉള്ളവർക്ക് പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റാണ് നമ്മളെ വെച്ചിരിക്കുന്നത്. പരിധിയില്ല. അവർ ഈ ലോകത്തിൻ്റെ എവിടെ പോയി എങ്ങനെ ട്രീറ്റ് ചെയ്ത് എത്ര ബില്ല് കൊടുത്താലും അത് ഒരു MLA കൊടുത്ത ബില്ല് 1.9 crore കേരളത്തിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരു MLA കൊടുത്ത ബില്ല് റീഇംബേഴ്സ്മെൻറ്റ്, മെഡിക്കൽ റീഇംബേഴ്സ്മെൻറ്റ് ബില്ല് 1.9 crore, 2 കോടിയാണ് പാസ്സായി കൊടുത്തു വരും. ഇവിടെ ഇപ്പോൾ നമ്മുടെ MLA-മാരും ബാക്കിയുള്ളവരും 50,000 കോടി 50,000-ത്തിൻ്റെ കണ്ണാടയൊക്കെ വെച്ച് നടക്കുക. ഒരു ചർച്ചയിൽ ഞാൻ പറഞ്ഞു, നമ്മുടെ MLA-മാരെല്ലാം ഞങ്ങൾക്ക് അധികാരപ്പെട്ടതല്ലേ, നിയമപരമായിട്ട് ഞങ്ങൾക്ക് അധികാരപ്പെട്ടതല്ല, വായിക്കുന്നതിന് നിങ്ങൾക്ക് എന്താ തടസ്സം എന്നാണ് അവർ ചോദിക്കുന്നത്. അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നുമല്ലല്ലോ ഇത്, ജനത്തിൻ്റെ കാശ്. ഈ നിലയിൽ ധനധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളാണ് ഈ കടത്തിൻ്റെ കംപ്ലീറ്റ് ഉത്തരവാദികളും.
അപ്പോൾ ഇത്രയും കടം വാങ്ങിക്കൂട്ടിയിട്ടും ഇവിടെ കാര്യമായ ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. സ്വാഭാവികമായി നടക്കുന്ന കുറേ വികസന പ്രവർത്തനങ്ങളും കുറേ പാലങ്ങൾ, കുറേ റോഡുകൾ, കുറേ ബിൽഡിങ്ങുകൾ, കുറേ സ്കൂളുകൾ, അതുപോലെ തന്നെ കുറച്ച് ആൾക്കാർക്ക് കുറച്ച് വീട് വെച്ചു കൊടുക്കൽ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായ ഒരു വികസന പദ്ധതി. അപ്പോൾ ചോദിക്കും ഇതിനു മുമ്പ് എന്താണ് വികസന പദ്ധതി എന്ന്. നമുക്ക് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന കുറേയധികം വികസന പദ്ധതികളുണ്ട്. ഒന്നുമല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ അഭിമാനമായൊരു വികസന പദ്ധതിയാണ്. അതുപോലെ തന്നെ പല്ലാർപാടം കണ്ടെയ്നർ, കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, അങ്ങനെ എത്ര വികസന പദ്ധതികൾ നമുക്ക് ഓരോന്ന് എണ്ണി പറയാനുണ്ട്. പക്ഷേ അതെല്ലാം അതിനു മുമ്പ് നടന്നിരിക്കുന്നതാണ്. ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്കവണ്ണമുള്ള യാതൊരു വികസന പ്രവർത്തനങ്ങളും ഇല്ല എന്നുള്ളത് വളരെ പരമമായൊരു സത്യം തന്നെയാണ്. കുറേ പണം ഇങ്ങനെ കടം വാങ്ങിക്കൂട്ടുന്നു, കുറേ പദ്ധതികൾ നടപ്പാക്കുന്നു, ആ പദ്ധതികളുടെ മറവിൽ കണ്ടമാനം കോടികൾ അടിച്ചു മാറ്റുന്നു. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഈ കഴിഞ്ഞ മന്ത്രിസഭയുടെ, അതായത് ഈ പിണറായി വിജയൻ മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന് പോലും ചെലവഴിച്ചിരിക്കുന്ന കോടികളുടെ കണക്ക് തരാമെന്ന് പറയുന്നത് 100 കോടി രൂപയാണ് ഈ 4ാം വാർഷികത്തിന് തന്നെ ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കിഫ്ബിയുടെ പരസ്യത്തിന് തന്നെ 115 കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. അതുപോലെ കേരളീയം എന്ന് പറഞ്ഞുകൊണ്ടൊരു മാമാങ്കം നടത്തിയിരുന്നു. ആ കേരളീയത്തിന് ചെലവഴിച്ചിരിക്കുന്നത് 42 കോടി രൂപയാണ്. അതുപോലെ തന്നെ നവകേരളം, നമുക്കറിയാം, ഒരു ബസ്സിനകത്ത് എല്ലാ മന്ത്രിമാരെയും കയറ്റിയിരുത്തിക്കൊണ്ട് കക്കൂസും അതുപോലെ തന്നെ ലിഫ്റ്റും, വെറും 2 സ്റ്റെപ്പേ ഉള്ളൂ ബസ്സിനുള്ളിലേക്ക് കയറാനായിട്ട്. ആ 2 സ്റ്റെപ്പ് കയറാൻ പോലും കൂടെ ലിഫ്റ്റ് വരെ ഫിറ്റ് ചെയ്തിരുന്ന ഒരു ബസ്സുമായിട്ട് നവകേരളം എന്ന് പറഞ്ഞുകൊണ്ട് കേരളം മൊത്തം ചുറ്റിക്കറങ്ങി. അതിന് 12 കോടിയാണ് ചെലവഴിച്ചത്. പിന്നെ ഈ അടുത്തിടെയാണ് അയ്യപ്പ സംഗമം, നമുക്കറിയാം ഈ ശബരിമല അയ്യപ്പ കൊള്ളയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അതിനുവേണ്ടി ചെലവഴിച്ചിരിക്കുന്ന 7 കോടി രൂപയാണ്. ഇങ്ങനെ പണം വാരി എറിയുകയാണ്. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളും അതേ രീതിയിലാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഏറ്റവും തമാശ രീതിയിൽ, അതായത് കൊച്ചിൻ GCDയുടെ ഒരു പദ്ധതി, അതായത് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു കക്കൂസും ഒരു ടോയ്ലറ്റും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ബിൽഡിങ്, അങ്ങനെ 4 എണ്ണം പണിയാനായിട്ട് അവർ കൊട്ടേഷൻ കൊടുക്കുന്ന, അതായത് ശരിക്കും എല്ലാവിധ നിബന്ധനകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ആ കരാറ് പോലും കൊടുത്തിരിക്കുന്നത്. ആ കൊടുത്തിരിക്കുന്നതിൻ്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അതായത് സാധാരണ ഒരു ചെറിയൊരു ബിൽഡിങ്, ഒരു കക്കൂസും മുത്രപ്പര എല്ലാം കൂടി പണിതിരിക്കുന്നതിന് പരമാവധി നോർമൽ കണ്ടീഷനിൽ ഒരു 5 ലക്ഷം രൂപ വരുന്ന ഒരു ബിൽഡിങ്ങുകളാണ് കാണിച്ചിരിക്കുന്നത്. വെറും 5 ലക്ഷം രൂപ പരമാവധി ആ ബിൽഡിങ്ങിന് വരുള്ളൂ. പക്ഷേ അതിൻ്റെ പദ്ധതിക്ക് കൊടുത്തിരിക്കുന്ന പണം എത്രയാണെന്നറിയോ? 50 ലക്ഷം രൂപ. അതായത് ഈ 4 ടോയ്ലറ്റും ആ 4 ബിൽഡിങ്, ചെറിയ ബിൽഡിങ് 4 എണ്ണം പണിതിരിക്കുന്നതിന് 2 കോടി രൂപ, അതായത് 200 ലക്ഷം രൂപ. പരമാവധി ആ 4 ബിൽഡിങ് പണിയുന്നതിൻ്റെ ചിലവെന്ന് പറഞ്ഞാൽ പരമാവധി വരുന്നത് ഒരു 20 ലക്ഷം രൂപയാണ് വരുന്നത്. ബാക്കി 180 ലക്ഷം രൂപയെ അടിച്ചു മാറ്റി എന്നുള്ളതാണ് പരമമായ സത്യം. ചോദിച്ചത് നിങ്ങൾ ഭഗവാനെ പോലും വെറുതെ വിടുന്നില്ലല്ലോ എന്ന് ചോദിച്ച അതേ ചോദ്യം സുപ്രീം കോടതി ഇതാ ഇന്ന് വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. വാസുവിനോട് പറയാണ്, ഭഗവാനെ കട്ടവർക്ക് എന്ത് ജാമ്യടോ, എടുത്തോട്ട് പോടോ എന്ന് വാസുവിനോട് പറയുകയാണ് കേട്ടോ. യഥാർത്ഥത്തിൽ വാസുവിനോടല്ല പറയുന്നത്, കാരണഭൂതത്തോടും കാരണഭൂതത്തിന്റെ ടീമിനോടുമാണ് പറയുന്നത്. അപ്പോഴാണ് വീട്ടിൽ ചെന്ന് പത്രം കൈ കൊടുക്കുന്നത് ഉളുപ്പില്ലാത്ത പാർട്ടിയുടെ ദേശീയ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി MA ബേബി. ഇതേ രീതിയിലാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭീമമായ തുകകൾ ഓരോ പദ്ധതിയുടെയും പേരിൽ ഇങ്ങനെ കണ്ടമാനം കോടികൾ അടിച്ചു മാറ്റുന്നു. ഈ കോടികൾ അടിച്ചു മാറ്റുന്നത് പൊതുസമൂഹത്തിൽ ചർച്ചയാവാതിരിക്കാനായിട്ടാണ് മറ്റു പല ഇഷ്യൂസും എടുത്ത് പൊതുസമൂഹത്തിലേക്ക് എടുത്തിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ശബരിമലക്കൊള്ള വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അത് മറയ്ക്കാനായിട്ട് ഒരു രീതിക്കും പറ്റാതെ വന്നു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചുകൊണ്ട് അന്വേഷിക്കുന്നതുകൊണ്ടും അന്വേഷണ വിവരങ്ങൾ പുറത്തു കൊടുക്കേണ്ടതില്ല, അത് കോടതിയിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കോടതി പറഞ്ഞിരിക്കുന്നതുകൊണ്ടും അതിൻ്റെ അന്വേഷണം ഏകദേശം വലിയ കുഴപ്പമില്ലാത്തവണ്ണം മുന്നോട്ട് പോയി. പക്ഷേ മുന്നോട്ട് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്കിലും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ടും ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടും
അതിനകത്തൊക്കെ ചില കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നടക്കുന്നുണ്ടെന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ഈ 90 ദിവസമായിട്ടും ഏകദേശം 1 ഡസനോളം പ്രതികളെ അറസ്റ്റ് ചെയ്ത് ഉന്നതരായിട്ടുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടിട്ടും അവർക്ക് ഈ 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ടുള്ള ജാമ്യം കിട്ടി അവരെല്ലാം പുറത്തേക്ക് വരുന്നൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മൂരാരി ബാബു ഓൾറെഡി 90 ദിവസം കഴിഞ്ഞപ്പോൾ ജാമ്യം കിട്ടി പുറത്ത് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതിലെ 1-ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു കേസിനകത്ത് ഓൾറെഡി ജാമ്യം കിട്ടിക്കഴിഞ്ഞു. മറ്റൊരു കേസിലും കൂടെ പ്രതി ആയതുകൊണ്ട് പുറത്തേക്ക് വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇതുപോലെ തന്നെ ഓരോരുത്തരും പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ടാണ് ഇവർക്കൊക്കെ സ്വാഭാവികമായ ജാമ്യം കിട്ടി പുറത്തേക്ക് വരുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അന്വേഷണ സംഘത്തിന് പറ്റിയിരിക്കുന്ന ഒരു വീഴ്ച തന്നെയാണ് എന്ന് എടുത്തു പറയേണ്ടി വരും. അന്വേഷണ സംഘത്തിന് അങ്ങനെ വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ആ അന്വേഷണ സംഘത്തെ നിയന്ത്രിക്കുന്നത് ഹൈക്കോടതി ആണെങ്കിൽ പോലും ഈ അന്വേഷണ സംഘം ആഭ്യന്തര വകുപ്പിന് കീഴിലായതുകൊണ്ട് പറ്റിയിരിക്കുന്ന ഒരു അപജയമാണ് എന്ന് നമ്മൾക്ക് എടുത്തു പറയേണ്ടി വരുന്നു. പിന്നെ നമ്മളെടുത്ത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം ഈ ഭീകരക്കൊള്ള മറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ ചീപ്പായിട്ടുള്ള, അതായത് വളരെ എന്താ പറയുക സില്ലി ആയിട്ടുള്ള ചില സ്ത്രീപീഡന കേസുകളുടെ പേരും പറഞ്ഞുകൊണ്ട് രാഹുൽ മാക്കൂട്ടം എന്ന ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട്, കാരണം ആ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. കാരണം നമുക്കറിയാം കേരളത്തിൽ പ്രധാനമായിട്ടും 3 മുന്നണികളാണുള്ളത്. ആ 3 മുന്നണികളുടെയും ഉന്നതരായിട്ടുള്ള നേതൃത്വങ്ങളെല്ലാം ഈ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ആ ഒരു വ്യക്തിയെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഒതുക്കാനായിട്ടും ഒറ്റക്കെട്ടായിട്ടും നിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഈ SSP എന്ന ഒരു സംഘടനയായിട്ട് പോലും കൂടെ പൊതുസമൂഹം അവരെ വിലയിരുത്തിയിരിക്കുന്നത്. അതായത് സതീശനിസ്റ്റുകളും സംഘിസ്റ്റുകളും പിണറായിസ്റ്റുകളും, അതാണ് SSP എന്ന് പറയുന്നത്. ഈ SSPക്കാർ ഈ ഒരു വിഷയത്തിനകത്ത്, അതായത് രാഹുൽ മാക്കൂട്ടം എന്നൊരു വ്യക്തിയെ ഒതുക്കുന്ന ഒരു കാര്യത്തിനകത്ത് ഒറ്റക്കെട്ടാണ്, ഒരേ അഭിപ്രായമാണ്. അവർ ഒരു മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഒരു രീതിക്കും കോടതിയുടെ പരാതിയിൽ പോലും നിൽക്കില്ലാത്ത ചില പീഡന പരാതികൾ, അതായത് 2-3 വർഷം പഴക്കമുള്ള യാതൊരു അടിസ്ഥാനവുമില്ല അത്തരം പീഡന പരാതികൾ കോടതിയുടെ ചവിട്ടൂടെ തള്ളുകയുള്ളൂ എന്നുള്ളത് സുപ്രീം കോടതി വളരെ ക്ലിയറായിട്ട് പറഞ്ഞിരിക്കട്ട് പോലും ആ പീഡന പരാതികളുടെ വാർത്തകളും അത് ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തുകൊണ്ട്, അതായത് മുഖ്യധാര മാധ്യമങ്ങളെല്ലാം വിലക്കെടുത്തുകൊണ്ട് അതിന് വളരെ ഒരു വാർത്ത പ്രാധാന്യം നൽകിക്കൊണ്ട് ആ ഒരു വാർത്തയ്ക്ക് ഇമ്പോർട്ടൻ്റ് കൊടുത്തുകൊണ്ടും, അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയെ ഒരു രീതിയിലും പുറത്തേക്ക് വിടാൻ പറ്റാത്ത വണ്ണം ഈ പരാതികളുടെ പ്രവാഹമായിട്ട് ഒന്നിനു പുറകെ മറ്റൊന്നിനു പുറകെ ഇനി അടുത്തത് ഇനിയും വീണ്ടും വരുമെന്ന് പ്രഖ്യാപനങ്ങളെ കൂടി നടത്തിക്കൊണ്ട് അത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ലോകത്ത് തന്നെ അപൂർവമായ കാര്യമെന്ന് നിയമമന്ത്രി പി രാജീവ്. രാഹുലിന് കോൺഗ്രസ് സംരക്ഷണം ഒരുക്കുന്നുവെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണനും പറഞ്ഞു. രാഹുലിനെതിരെ ഡസൻ കണക്കിന് പരാതികൾ വരുന്നുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രതികരിച്ചു. പോലീസ് അന്വേഷണത്തിന്റെ വഴിയിലൂടെ തന്നെ പോകുന്നു. നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണുള്ളത്. ഇത് സംബന്ധിച്ചെല്ലാം നമ്മൾ നേരത്തെ തന്നെ വ്യക്തമാക്കി. പക്ഷേ കോൺഗ്രസ് 2 നിലയിലുള്ള സമീപനമാണല്ലോ സ്വീകരിക്കുന്നത്. പരോക്ഷമായിട്ട് പിന്തുണയ്ക്കുന്നു, പ്രത്യക്ഷമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. അപ്പൊ അത് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ തന്നെ ഇതെല്ലാം കാണുന്നുണ്ട്. ഗവൺമെന്റ് കാര്യത്തിൽ ഇന്നാള് അതിന്റെ അതിജീവിതയും അതുപോലെ തന്നെ ഇരകളും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെ പൊതുസമൂഹത്തിന് മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് കേരളീയ സമൂഹം അത്തരം കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുമെന്നാണ് കണക്കാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുണ്ടെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ആവശ്യമായ എല്ലാ സംരക്ഷണ കവചവും ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസ്സാണ്. രാഹുൽ മാങ്കൂട്ടത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തെ MLA സ്ഥാനം ഒഴിവാക്കുന്നതിന് വേണ്ടി, MLA സ്ഥാനം രാജിവെക്കുന്നതിന് വേണ്ടി ആവശ്യപ്പെടണം. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തെ വലിയ തോതിൽ പ്രശംസിക്കുന്ന ഒരു നടപടിയാണ്, പ്രശംസിക്കേണ്ടുന്ന നടപടിയാണ്. ആരും അറിയാതെ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വികൃത മുഖമാണ് ഈ കേസിന്റെ ഭാഗമായിട്ടും പ്രകടമായി വരുന്നത്. കോൺഗ്രസിന് ഇതിൽ നിന്നുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് രാജിവെപ്പിക്കണം കോൺഗ്രസ്. അപ്പോൾ 1-2 ഡസൻ കണക്കിന് വരുന്ന പരാതികൾ ഇത് വന്നുകൊണ്ടിരിക്കുക. അദ്ദേഹം ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാനും ചെയ്ത കാര്യങ്ങളെ സംരക്ഷണം, പ്രൊട്ടക്ഷൻ, സ്ഥാനം ഒരു മറയായി മാറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി കോൺഗ്രസ് സ്വീകരിക്കേണ്ടതാണ്. ഇപ്പോഴും കോൺഗ്രസ് ക്യാമ്പുകളിൽ നിന്ന് നല്ല പിന്തുണ ഇദ്ദേഹത്തിന് കിട്ടുന്നു എന്നുള്ളതാണ്
നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കർശനമായ നടപടിയിലേക്ക് ഇനിയും പോകുന്നതിന് വേണ്ടി കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തെ ഭയപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. പുറത്താക്കാത്തത് ഈ കേരള വളരെ ജീർണമായ ഒരു അവസ്ഥ അഭിമുഖീകരിക്കുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം വളരെ ഗൗരവപൂർവ്വം തന്നെയാണ് ഇതെല്ലാം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ആവശ്യമായ നിലപാട് അദ്ദേഹം തന്നെ സ്വീകരിക്കട്ടെ. ഇനിയിപ്പം കോൺഗ്രസ് സ്വീകരിക്കട്ടെ എന്ന് പറയുന്നത് വലിയ കാര്യമില്ല. കാരണം കോൺഗ്രസ് പുറത്താക്കി ഇനിയൊന്നും ഞാൻ പറയാനില്ല. ഇത്തരം കൊള്ളകൾ മറയ്ക്കാനായിട്ട് നടത്തുന്ന, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണകൂട ഭീകരത എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു സംഭവം ഇവിടെ നിലനിൽക്കുന്നു, ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിനെതിരെ പൊതുസമൂഹം വളരെ ആർജവത്തോടു കൂടി തന്നെ പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ ഉന്നത നീതി ബോധം ഉയർന്നു വരേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.